യോദ്ധാവായ മഹർഷിയും വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരവുമായ പരശുരാമന്റെ കഥയാണ് ഇന്ന് നമ്മൾ പര്യവേഷണം ചെയ്യുന്നത്. ജമദഗ്നി മുനിയുടെയും ക്ഷത്രിയ ഭാര്യയായ രേണുകയുടെയും മകനായാണ് പരശുരാമൻ ജനിച്ചത്. അവർ ജനപാവിലെ ഒരു എളിയ കുടിലിൽ താമസിച്ചു. അവിടെ അവർക്ക് സുരഭി എന്ന ഒരു സ്വർഗീയ പശു ഉണ്ടായിരുന്നു. കാമധേനുവിൻ്റെ മകളായ ഈ ദിവ്യ പശുവിന് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ കഴിയും. എന്നാൽ സമാധാനം നീണ്ടുനിന്നില്ല. ശക്തനായ രാജാവായ കാർത്തവീര്യ അർജുനൻ സുരഭിയെ മോഹിക്കുകയും ജമദഗ്നിയോട് അവളെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മുനി വിസമ്മതിച്ചപ്പോൾ രാജാവ് ആക്രമണം നടത്തി കോപാകുലനായി ജമദഗ്നിയെ വധിച്ചു. പരശുരാമൻ മടങ്ങിവന്ന് പിതാവ് കൊല്ലപ്പെട്ടതായി കണ്ടപ്പോൾ അവന്റെ ഹൃദയം നീതിയുക്തമായ ക്രോധത്താൽ നിറഞ്ഞു. തന്റെ ശക്തിയുള്ള കോടാലി കയ്യിൽ പിടിച്ച് രാജാവിനെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയും അവനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പിതാവിന്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്തു. പരശുരാമന്റെ കോപം അവിടെ അവസാനിച്ചില്ല. മനുവിൻ്റെയും ഇക്ഷ്വാകുവിൻ്റെയും വംശപരമ്പരകളെ മാത്രം ഒഴിവാക്കി ക്ഷത്രിയ വർഗത്തിനെതിരെ അദ്ദേഹം യുദ്ധം ചെയ്തു. അവരെ ഉന്മൂലനം ചെയ്തു. ഭൂമിയെ ശുദ്ധീകരിച്ച ശേഷം അദ്ദേഹം അശ്വമേധയാഗം നടത്തി ബ്രാഹ്മണ ഋഷിമാർക്ക് ഭൂമി നൽകി. മഹാഭാരതത്തിൽ പരശുരാമൻ തൻ്റെ ശിഷ്യനായ ഭീഷ്മനോട് രാജകുമാരി അംബയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഭീഷ്മരുടെ ബ്രഹ്മചര്യ പ്രതിജ്ഞ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിലേക്ക് നയിച്ചു. 23 ദിവസം നീണ്ടുനിന്ന യുദ്ധം ഫലം കാണാതെ വന്നപ്പോൾ 24ാം ദിവസം ഭീഷ്മർ മാരകായുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ദിവ്യമുനിയായ നാരദന്റെയും ദേവന്മാരുടെയും നിർദ്ദേശപ്രകാരം പരശുരാമൻ സംഘർഷം അവസാനിപ്പിക്കുകയും യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം സൃഷ്ടിക്കുന്നതിൽ പരശുരാമന്റെ പങ്കിനെക്കുറിച്ച് പറയുന്ന ഐതിഹ്യങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള ഒരു ഐതിഹ്യം നമ്മോട് പറയുന്നു. അവൻ തൻ്റെ മഴു കടലിലേക്ക് എറിഞ്ഞു. അത് കര ഉയരാൻ കാരണമായി. പരശുരാമ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ പുതുതായി വീണ്ടെടുക്കപ്പെട്ട ഭൂമി ഗോകർണം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നു. എന്നിരുന്നാലും ഈ ഭൂമി തുടക്കത്തിൽ തരിശായിരുന്നു, ഉപ്പ് നിറഞ്ഞിരുന്നു. പരശുരാമൻ സർപ്പരാജാവായ വാസുകിയെ വിളിച്ചപേക്ഷിച്ചു. അവൻ തൻ്റെ വിശുദ്ധ വിഷം ഉപയോഗിച്ച് ഭൂമിയെ ശുദ്ധീകരിച്ച് ഫലപുഷ്ടിയും ഹരിതവുമായ ഭൂപ്രദേശമാക്കി മാറ്റി. അങ്ങനെ പരശുരാമ ക്ഷേത്രം അഥവാ പരശുരാമന്റെ നാട് എന്നറിയപ്പെടുന്ന കേരളം എന്ന നാട് സൃഷ്ടിക്കപ്പെട്ടു. ബഹുമാനാർത്ഥം വാസുകിയെയും നാഗങ്ങളെയും ഈ നാടിൻ്റെ സംരക്ഷകരായി നിയമിച്ചു. ഈ ഐതിഹ്യ ഭൂമിയുടെ ഭാഗമായ ഗോവയിലെ കാനക്കോണയിൽ പരശുരാമൻ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ അവിശ്വസനീയമായ നേട്ടങ്ങൾക്കും നിലനിൽക്കുന്ന പൈതൃകത്തിനും ഒരു ആദരാഞ്ജലിയായി നിലകൊള്ളുന്നു. പരശുരാമന്റെ കഥ പരാക്രമം, നീതി, പരിവർത്തനം എന്നിവയാണ്. കടമയും ആഗ്രഹവും അക്രമവും സമാധാനവും തമ്മിലുള്ള ശാശ്വത പോരാട്ടത്തെക്കുറിച്ച് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുരാതന ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ കഥകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.